നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരോടും യാത്ര പറയാൻ പോലും നിൽക്കുന്നില്ല. മോള് തന്നെ ഗൗതമനോട് ഞാൻ പോയിന്ന് പറഞ്ഞാ മതി. എന്റെ മോനെ സ്വന്തം ചോരയായി കണ്ട് വളർത്തി വലുതാക്കിയ അവന്റെ അമ്മയാ പാർവതി. ആ സ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. നൊന്ത് പ്രസവിച്ച മകനെ ഒന്ന് കാണണമെന്ന് തോന്നി. കണ്ടപ്പോ കുറച്ചു ദിവസം അവന്റെ കൂടെ കഴിയണമെന്ന് തോന്നി. അതും സാധിച്ചു. ഇനിയും നിന്നാൽ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. മനുഷ്യനല്ലേ ഞാൻ. വേണ്ട, മതി, ഇത്രയും മതി. ഒന്നും വേണ്ട മോളെ. മോളുടെ അവസ്ഥ പോലും എനിക്കറിയാം. എന്നോട് പോകണ്ടെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അതിനാകില്ല. കാരണം ഞാനിവിടെ നിൽക്കുന്നത് ഈ കുടുംബത്തിനാപത്താ. ഒന്ന് ആലോചിച്ചു നോക്കേ. എന്നെങ്കിലും ഞാനാണ് പെറ്റമ്മയെന്ന് ഗൗതം അറിയുന്നൊരു സമയമുണ്ടായ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവന് അത് സഹിക്കാൻ പറ്റുമോ മോളെ? അവൻ പെറ്റമ്മയ്ക്കൊപ്പം നിൽക്കോ ഒറ്റമ്മയുടെ കൂടെ നിൽക്കോ? മോളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ കാരണം എന്റെ മോനൊരു സങ്കടവും വരരുത്. അവനൊന്നും കൊടുക്കാൻ പറ്റാത്തൊരമ്മയാ ഞാൻ. ഞാനായിട്ട് അവന്റെ സന്തോഷമെങ്കിലും കെടുത്തിക്കളയാതിരിക്കണമല്ലോ. ഞാൻ പോകുന്നതാ മോളെ നല്ലത്. ആന്റി പറഞ്ഞത് സത്യം. പോകണമെന്ന് പറയാനോ പോകരുതെന്ന് പറയാനോ ആവുന്നില്ല എനിക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ വിട്ടേക്ക് മോളെ. എന്റെ സങ്കടം അങ്ങ് മറന്നേക്ക്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആലോചിച്ചു നോക്കി. ഗൗതമിന്റെ അമ്മയെന്ന് പറയാനുള്ള ഒരവകാശവും ഒരു യോഗ്യതയും എനിക്കില്ല. അവന്റെ അമ്മ അവനെ വളർത്തി വലുതാക്കിയ പാറു തന്നെയാ. അർഹതയില്ലാത്ത കാര്യങ്ങളാ ഞാൻ ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചത്. എന്നിട്ടും ദൈവം ഇത്രയെങ്കിലും എനിക്ക് തന്നില്ലേ? കുറച്ചു ദിവസമെങ്കിലും എന്റെ ഗൗതമിന്റെ കൂടെ ഇവിടെ നിൽക്കാനായില്ലേ എനിക്ക്? ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യ ഈ പാപിയുടെ ജന്മത്തിന് കിട്ടാനുള്ളത്?